അനശ്വര സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററിന്റെ ഓർമ്മയ്ക്കായി ജന്മനാടായ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ നിർമ്മിച്ച രാഗസരോവരം സ്മാരകം കാടുപിടിച്ച് നശിക്കുന്നു. 90 ലക്ഷം രൂപ ചെലവഴിച്ച് ആദ്യഘട്ടം പൂർത്തീകരിച്ചുവെങ്കിലും പിന്നീട് നിർമ്മാണ ജോലികളൊന്നും നടന്നില്ല. സാംസ്കാരിക വകുപ്പ് മുൻകൈയെടുത്ത് ആരംഭിച്ച ഈ സ്മാരകം പദ്ധതി നിർവഹണത്തിലെ വീഴ്ചയുടെ സ്മാരകമായി മാറിയിരിക്കുന്നു. സ്വന്തം പേരിനൊപ്പം ജനിച്ച നാടിനെ ചേർത്തു നിർത്തിയ സംഗീത സംവിധായകൻ കുളത്തൂപ്പുഴ രവി എന്ന രവീന്ദ്രൻ മാസ്റ്റർ. മലയാള സംഗീതത്തിന്റെ നെറുകയിൽ സുവർണ സംഗീത ലിപികളിൽ എഴുതി ചേർത്ത ആ പേര് എന്നും മായാതെ നിൽക്കും. പക്ഷേ ജനിച്ച നാട്ടിൽ ആ പേരിൽ ചേർത്തുവച്ച സ്മാരകം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. രവീന്ദ്രൻ മാസ്റ്റർക്ക് പിറന്ന നാടിന്റെ ആദരമായിരുന്നു രാഗസരോവരം എന്ന സ്മാരകം. ONV കുറുപ്പാണ് രാഗസരോവരം എന്ന സ്മാരകത്തിന് പേരിട്ടത്. പീഠത്തിനു മുകളിൽ തുറന്നുവച്ച പുസ്തകത്തിൽ ചെല്ലോ എന്ന വാദ്യോപകരണം ചാരിവെച്ച മാതൃകയിലുള്ള സ്മാരകത്തിന്റെ രൂപകൽപ്പന ശില്പിയും സംവിധായകനുമായ രാജീവ് അഞ്ചലിൻ്റേതായിരുന്നു. 2009 ഡോക്ടർ KJ യേശുദാസ് ഉദ്ഘാടനം ചെയ്തു ശിലയിട്ട രാഗസരോവരം 14 വർഷമെടുത്ത് 2023 ഇന്നിപ്പോൾ കാണുന്ന ഈ നിലയിലെങ്കിലും എത്തിയത്. 90 ലക്ഷം രൂപയാണ് സ്മാരകത്തിന്റെ ഒന്നാം ഘട്ടത്തിനായി ചിലവഴിച്ചത്. അഴിമതി ആരോപണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ നേരിട്ട് ഒട്ടേറെ വിവാദങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒടുവിലായിരുന്നു ഉദ്ഘാടനം. പക്ഷേ ഇങ്ങനെ ഇടാനായിരുന്നു എങ്കിൽ ഇതെന്തിന് എന്നാണ് ഇപ്പോൾ പൊതുജനം ചോദിക്കുന്നത്. ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റലില്ല. അപ്പോൾ ഇവിടെ നല്ല ഹോസ്പിറ്റൽ സ്ഥാപിച്ച് അത് ഈ രവീന്ദ്രൻ മാഷിൻ്റെ പേരിൽ നടത്തിയിരുന്നെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു. എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചാണ്. പക്ഷേ ഇത് രാഗസരോവരം എന്ന പേരിട്ട് ഇങ്ങനെ നിർത്തിയേക്കുന്നതല്ലാതെ ഇത് ഈ നൂറ്റാണ്ടിൽ പോലും ഇത് ഓപ്പൺ ചെയ്യും. സംഗീതമോ അല്ലെ കലാപരമായ ഏതെങ്കിലും കഴിവുള്ള കുട്ടികൾക്കോ ഇത് ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുളത്തൂപ്പുഴയിൽ രവീന്ദ്രൻ സ്മാരകം ലോകോത്തരമായി ഉയർത്തുന്നതിന് സർക്കാർ സഹായം നൽകുമെന്ന് 2 വർഷം മുൻപ് ഇതിന്റെ ഉദ്ഘാടന വേളയിൽ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ പിന്നീട് മന്ത്രിയുൾപ്പെടെ പലരും അത് മറന്നു. രണ്ടാം ഘട്ടമായി സ്മാരകത്തിനുള്ളിൽ സംഗീത സ്കൂളും രവീന്ദ്ര സംഗീതം ആസ്വദിക്കാനും ശേഖരിക്കുന്നതിനുമുള്ള ഡിജിറ്റൽ സംവിധാനവും ഒരുക്കുമെന്നും സംഗീത ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുമെന്നും പറയുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ തുക വകയിരുത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അനുമതിക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കിട്ടുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ടവും പണി പൂർത്തീകരിച്ച് അത് തുറന്നു കൊടുക്കുന്ന ഒരു നിലവാരത്തിൽ തന്നെയാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഭരണമാറ്റം വന്നതോടെയാണ് സ്മാരകത്തെ ചൊല്ലി അഴിമതി ആരോപണവും വിജിലൻസ് അന്വേഷണവും ഒക്കെ ഉണ്ടായത്. വീണ്ടും കുളത്തൂപ്പുഴ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ രാഗസരോവരവും വോട്ടു രാഷ്ട്രീയത്തിൽ ഇടം പിടിക്കും. പക്ഷേ അപ്പോഴും മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാനായ സംഗീതജ്ഞനായിരുന്ന രവീന്ദ്രൻ മാസ്റ്ററെ ഓർക്കാൻ ഈ സ്മാരകത്തെക്കാളൊക്കെ എത്രയോ മുകളിലാണ് ആ മാസ്മരിക സംഗീതത്തിലൂടെയുള്ള ഗാനങ്ങൾ എന്നോർത്തു പോവുകയാണ്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.